ജ്യോതിർഗംഗയുടെ ജ്യോതിഷ പഠന പദ്ധതിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്ന വിഷയം ദശയുടെ കാര്യത്തിനെക്കുറിച്ചാണ്. വിവിധങ്ങളായ നക്ഷത്രങ്ങളിൽ ജനിക്കുന്നതായ വ്യക്തികൾക്ക് ഏതേത് ദശാകാലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് എന്നറിയണമെങ്കിൽ ആ നക്ഷത്രക്കാരൻ ഏത് ദശയിലാണ് ആദ്യമായി ജനിച്ചത് എന്ന് മനസ്സിലാക്കണം. ഏത് ദശയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ദശ എന്ന് നോക്കണം. അപ്പോൾ ദശാകാലത്തെക്കുറിച്ച് പറയുമ്പോൾ നവഗ്രഹങ്ങൾക്കും ദശാകാലങ്ങളുണ്ട്. സൂര്യദശ, ചന്ദ്രദശ, ചൊവ്വാദശ, രാഹുർദശ, വ്യാഴത്തിൻ്റെ ദശ, ശനിയുടെ ദശ, ബുധദശ, കേതുർദശ, അങ്ങനെ ആ പറയുന്നതായ ക്രമത്തിൽ തന്നെ ദശകളെ ക്രമപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ ദശകൾക്കും ഓരോ വർഷവും കൊടുത്തിട്ടുണ്ട്. ഇത്ര വർഷം വരെ ഒരു ദശയുടെ ദൈർഘ്യമുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. അത് മലയാളത്തിൽ നമ്മളൊരു ശ്ലോകം ചൊല്ലാറുണ്ട്. ആദിത്യൻ 6, ശശി 10, കുജന്നൊരു 7, 18 രാഹു, 16 ബൃഹസ്പതിക്ക്, 19 ശനി, ബുധന് 17, പിന്നെ 7 കേതുവിന്, ശുക്രന് 2 10 എന്നാണ് പറഞ്ഞത്. ആദിത്യൻ 6 കൊല്ലാണ് സൂര്യദശ ഉണ്ടാവുക. ശശി 10, ചന്ദ്രന് 10 വർഷം, കുജന്നൊരു 7 വർഷമാണ് ചൊവ്വാദശയുടെ ദൈർഘ്യം. 18 രാഹു, 18 വർഷമാണ് രാഹുവിൻ്റെ ദശാകാലം. 16 ബൃഹസ്പതിക്ക്, വ്യാഴത്തിനോ 16 വർഷമാണ് വ്യാഴദശ ഉണ്ടാവുക. 19 ശനി, ശനിക്ക് 19 വർഷമാണ് ഉണ്ടാവുക. ബുധന് 17, ബുധന് 17 വർഷമാണ്. 7 കേതുവിന്, കേതുവിന് 7 വർഷമാണ്. ശുക്രന് 2 10, 2 10 എന്ന് പറഞ്ഞാൽ 20. അപ്പോൾ ശുക്രൻ്റെ ദൈർഘ്യമുള്ളതായ കാലം 20 വർഷം. അങ്ങനെയാണ് ദശാക്രമങ്ങളെ പറഞ്ഞിട്ടുള്ളത്. ഇത് മൊത്തത്തിൽ കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ 120 എന്ന് കിട്ടും. അപ്പോൾ 120 വർഷമാണ് ഒരാളുടെ ആയുസ് എന്നും ആ ആയുസിൻ്റെ കാലങ്ങളിൽ ഇന്നതായ ദശകൾ അയാൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതുമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ 120 നമ്മൾ ജീവിക്കാറില്ല. എന്നിരുന്നാലും 120 വർഷത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ ദശാകാലങ്ങളെ നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ളത്. മേൽപ്പറഞ്ഞതായ ദശാനാഥന്മാരെ നക്ഷത്രങ്ങളുമായി കൂട്ടി ഇണക്കിയിട്ടുണ്ട്. ഏതാണ്ട് 3 നക്ഷത്രങ്ങൾ ഒരു ദശയായിട്ട് ബന്ധപ്പെടും. അപ്പോൾ 93, 27 എന്നുള്ളത് കിട്ടും. 27 നക്ഷത്രങ്ങളും 9 ഗ്രഹങ്ങളുമായിട്ട് യോജിപ്പിച്ചുകൊണ്ടാണ് ദശാ പദ്ധതി ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞു, കൂറ് എന്ന് പറയുന്നതായ പദ്ധതി ഉണ്ടാക്കുമ്പം 9 വീതം നക്ഷത്രങ്ങൾ അങ്ങനെ 3 ആയിട്ട് വിഭജിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ വിഭജിക്കുമ്പോൾ ഏറ്റവും മുകളിൽ വരിക അശ്വതി മകം മൂലം നക്ഷത്രമായിരിക്കും. അശ്വതി മകം മൂലം നക്ഷത്രത്തിൻ്റെ അല്ലെങ്കിൽ ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നതായ ആളുകൾ കേതുർദശയായിരിക്കും അവർക്ക് ആദ്യമായിട്ടുണ്ടാവുക. അശ്വതി മകം മൂലം കേതുർദശ എന്ന് മനസ്സിലായിക്കൊള്ളണം. അവരെ കേതുർദശ മുതലാണ് പിന്നെ ഗണിക്കേണ്ടത്. പിന്നെ ശുക്രദശ, പിന്നെ സൂര്യദശ, ചന്ദ്രദശ, ചൊവ്വാദശ, രാഹുർദശ, വ്യാഴദശ, ശനിദശ, ബുധദശ എന്ന് പറയുന്നതായ ഒരു ക്രമത്തിലായിരിക്കും അവരുടെ ദശ പോവുക എന്നർത്ഥം. അപ്പോൾ മേലിൽ ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നതായ ഗ്രഹങ്ങളെയൊക്കെ നിങ്ങൾ അങ്ങനെ അനുമാനിച്ചോളാം. ആദ്യത്തെ ദശ തുടങ്ങിയ പിന്നെ കേതുർദശയിലാണ്. അശ്വതി മകം മൂലം കേതുർദശ. പിന്നീട് വരുന്ന ഭരണി, പൂരം, പൂരാടം, ശുക്രദശ. പിന്നീടുള്ളതായ ദശ കാർത്തിക, ഉത്രം, ഉത്രാടം, സൂര്യദശ. രോഹിണി, അത്തം, തിരുവോണം നക്ഷത്രം, അത് ചന്ദ്രദശ. മകേര്യം, ചിത്തിര, അവിട്ടം നക്ഷത്രം, ചൊവ്വാദശ. തിരുവാതിര, ചോതി, ചതയം നക്ഷത്രം, രാഹുർദശ. പുണർദം, വിശാഖം, പൂരൂരുട്ടാതി,
വ്യാഴദശ. പൂയം അനിഴം ഉത്രട്ടാതി ശനിദശ. ആയില്യം തൃക്കേട്ടക രേവതി നക്ഷത്രം ബുധദശ. ഇങ്ങനെയാണ് ക്രമത്തിൽ ദശ. അപ്പോൾ ഓരോ ദശ കഴിഞ്ഞാലും കേതു കഴിഞ്ഞാൽ ശുക്രൻ, ശുക്രൻ കഴിഞ്ഞാൽ സൂര്യൻ, സൂര്യൻ കഴിഞ്ഞാൽ ചന്ദ്രൻ, ചന്ദ്രൻ കഴിഞ്ഞാൽ ചൊവ്വ, ചൊവ്വ കഴിഞ്ഞാൽ രാഹു, രാഹു കഴിഞ്ഞാൽ വ്യാഴം, വ്യാഴം കഴിഞ്ഞാൽ ശനി, ശനി കഴിഞ്ഞാൽ ബുധൻ. ഇങ്ങനെയാണ് അതേ ക്രമത്തിൽ വേണം പിന്നീട് കൂട്ടാൻ. അപ്പോൾ അശ്വതി മകം മൂലം നക്ഷത്രക്കാരന് കേതുർദശ കഴിഞ്ഞാൽ അടുത്ത ദശ ശുക്രദശാകാലമാണ്. 20 വർഷം നീണ്ടു നിൽക്കുന്നതായ ശുക്രദശയാണ് പിന്നീട് ഉണ്ടാവുക. അത് കഴിഞ്ഞാൽ 6 വർഷമുള്ളതായ സൂര്യദശയാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഈ ദശകളെ നോക്കിയിട്ടാണ് നമ്മൾ ഇന്ന കാലം നിങ്ങൾക്ക് ഗുണമാണ്, ഇല്ലെങ്കിൽ ഇന്ന കാലത്ത് ഒരു സമയം മാറുന്നുണ്ട്, ആ സമയം മാറുന്നതോടുകൂടിയിട്ട് ഇന്നുള്ളതായ അവസ്ഥകളൊക്കെ ഒരു മാറ്റം വരാൻ സാധ്യത ഉണ്ടെന്ന് അവർക്ക് നമ്മൾ സൂചന കൊടുക്കുന്നത് ഈ ദശാകാലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ജാതകത്തിൽ ബലവാനും ഇഷ്ടസ്ഥനും ഒക്കെ ആയിട്ടുള്ളതായ ഗ്രഹത്തിൻ്റെ ദശയിൽ ശുഭഫലങ്ങൾ അനുഭവിക്കാനിട വരുന്നു. അനിഷ്ടസ്ഥനായിട്ടും 6-12 ഭാവങ്ങളിൽ നിൽക്കുന്ന ഗ്രഹങ്ങളും പാപയോഗമുള്ളതും നീചം, മൗഢ്യം, ശത്രുക്ഷേത്രം തുടങ്ങിയിട്ടുള്ളതായ ദുർബലാവസ്ഥകളുള്ളതായ ഗ്രഹത്തിൻ്റെയും ദശാകാലങ്ങൾ വളരെ ദോഷമായിരിക്കുകയും ചെയ്യും എന്നുള്ളതും കൂടി മനസ്സിലാക്കണം. ഇതാണ് ദശയെക്കുറിച്ച് സാമാന്യേന ഒരു വിഷയം പഠിക്കാൻ തുടങ്ങുന്ന ആളുകൾ മനസ്സിലാക്കിയിരിക്കേണ്ടതായ കാര്യം. ഏതായാലും അടുത്ത ഒരു വീഡിയോയിൽ മറ്റൊരു വിഷയം പറഞ്ഞു തരാം. നന്ദി, നമസ്കാരം.